നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ്, മറീന പഞ്ചകർമ്മ സെൻ്ററിൻ്റെ CEO. ഈ അടുത്ത കാലത്തെ PCOD അതുമായി ബന്ധപ്പെട്ട ആർത്തവ ക്രമക്കേടുകളായിട്ട് ധാരാളം കുട്ടികൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുടി കൊഴിച്ചിലും അതുപോലെ വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള ആളുകളെ ഞാൻ ശ്രദ്ധിച്ചു. ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിൻ്റെ ഡോക്ടറിൻ്റെ സഹായത്തിൽ കുറേ മരുന്നുകൾ കഴിച്ചിട്ടുമുണ്ട്. ഇവിടെ നമുക്ക് ആയുർവേദ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതലും കണ്ടുവരുന്നത് ഒരു പ്രത്യേക രീതിയിൽ അവർക്ക് ഡിപ്രഷൻ പോലെ ഒരു അവസ്ഥ കണ്ടുവന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്തു. അതിങ്ങനെയാണ്, അതൊരു വർക്ക്ഷോപ്പ് പോലെ ഒരു തവണ ആഡൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അന്ന് നമ്മൾ ആദ്യമായിട്ട് ശിരോധാര എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഈ ശിരോധാര? ഈ ശിരോധാരയും ഇതുപോലെ ഹോർമോൺ ഇംബാലൻസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ അതിനെ പറ്റി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രോഗികൾക്കൊക്കെ കണ്ടുവന്ന ഒരു പൊതു മാനദണ്ഡം ശിരോധാര കൃത്യമായ രീതിയിൽ നടന്നപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനായിരിക്കണം അതിൻ്റെ എഫക്റ്റ് കണ്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളെല്ലാം അവരിൽ മാറിപ്പോയി. എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ഈ PCODക്ക് മാത്രമല്ല, ഈ ശിരോധാര കൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ കൃത്യമായ അളവിൽ കൃത്യമായ തോതിൽ ആർത്തവം നടക്കാത്ത വ്യക്തികൾക്ക് ഈവൻ നമ്മൾ ഹോർമോണിൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് 3-4 മാസം അടുപ്പിച്ച് 21 ഡേയ്സിൻ്റെ മെഡിസിൻ കഴിച്ചിട്ടുള്ള ആ ഒരു സൈക്ലിക്കലായിട്ട് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് പോലും ഇങ്ങനെയുള്ള ശിരോധാരയും ഇതുമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. കൂടാതെ വരണാതി കഷായം, സുകുമാരം കഷായം, അങ്ങനെയുള്ള ആയുർവേദത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന നല്ല മരുന്നുകൾ കൂടെ കൊടുക്കുകയും ചെയ്തപ്പോൾ വളരെയധികം റിസൾട്ട് വന്നു.